അഞ്ചൽ അലയമൺ വനത്തുമുക്ക് സ്വദേശിയാണ് 47-കാരൻ കലേന്ദ്രൻ. കഴിഞ്ഞ മാസം 17-ന് രാത്രിയാണ് അയാളെ അവസാനമായി നാട്ടുകാർ കണ്ടത്. വിവാഹിതനായ കലേന്ദ്രൻ ഭാര്യയുമായി പിണങ്ങി സഹോദരി സുലയുടെ വീട്ടിലായിരുന്നു താമസം. ഡിസംബർ 17-ന് സുലയുടെ മകൾ കലേന്ദ്രനെ കണ്ടതാണ്. വൈകിട്ട് വീട്ടിലെത്തുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും അയാൾ വീട്ടിലെത്തിയിട്ടില്ല. കാണാതായതിന്റെ പിറ്റേ ദിവസം തന്നെ ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതാണ്. നാട്ടുകാർ ചേർന്ന് പലയിടത്തും തിരഞ്ഞു. കലേന്ദ്രന്റെ സുഹൃത്തിന്റെ വീട്ടിലും സമീപത്തെ വനപ്രദേശത്തും നടത്തിയ അന്വേഷണങ്ങളെല്ലാം വിഫലമായി. പന്നിയിറച്ചി വിൽപ്പന നടത്തുന്ന കലേന്ദ്രൻ ഇതിന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട കുറച്ചാളുകളുമായി തർക്കമുണ്ടായിരുന്നു. ആ സംഘത്തിൽപ്പെട്ടവർ അയാളെ ഇല്ലാതാക്കി വനമേഖലയിൽ ഉപേക്ഷിച്ചതാണെന്ന ഗുരുതര ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. അപകടം പറ്റിയെന്ന് തന്നെ ഞങ്ങളിപ്പോ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും ദിവസങ്ങളായി ഒരു തുമ്പും അവൻ ഈ മൊബൈലിൽ നമ്മൾ ഫോട്ടോ കൊടുത്ത് എവിടെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പോലീസ് ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ഒരു നീതി നടപ്പാക്കി തന്നിട്ടില്ല. ഒന്നും. അവരിവിടെ വന്ന് 2-3 പ്രാവശ്യം അവര് പല രീതിയിലും നമ്മളെ കളിയാക്കുന്ന രീതിയിൽ ഒരു പട്ടിയെ കൊണ്ടുവന്ന്, പിന്നെ മാനത്തൂടെ പറക്കുന്ന പട്ടം കൊണ്ടുവന്ന് മരത്തിന്റെ മണ്ടയിൽ കൂടെ പറത്തി കാണിച്ച്, അങ്ങനെയൊക്കെ അവര് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പോലീസ്. പക്ഷെ ഞങ്ങളുടെ കൊച്ചെവിടാന്നോ ഇന്ന് വരെയൊക്കെ അവിടെ കണ്ടുപിടിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. നാട്ടുകാരും പോലീസും വനത്തിൽ നടത്തിയ തിരച്ചിലിൽ കലേന്ദ്രന്റെ വസ്ത്രങ്ങൾ കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കലേന്ദ്രൻ തിരോധാന കേസിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. എന്നാൽ അഞ്ചൽ പോലീസിന്റെ അന്വേഷണത്തിൽ കലേന്ദ്രന്റെ കുടുംബം തൃപ്തരല്ല. മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് കേസ് കൈമാറണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഒരു മനുഷ്യനാണ് ഇവിടുന്ന് കാണാതെ പോയതെന്നുള്ളൊരു പരിഗണന പോലും ഈ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്ന്, പോലീസിന്റെ ഭാഗത്തുനിന്ന്, ഒരു പട്ടിക്കുഞ്ഞിനെ പൂച്ചക്കുഞ്ഞിനെ കാണാതെ 2 ദിവസം നോക്കിയിട്ട് പോട്ടെന്ന് പറയുന്ന രീതിയിലാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ മനുഷ്യരെല്ലാവരും ഈ കാടും മലയും മൊത്തവും കടന്ന് നടന്നു നോക്കിയിട്ട് പോലും ആരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.